ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹമുള്ള വൈദികര്, സിസ്റ്റർമാര്, ഫോർമേഷനിലുള്ളവര്, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സഹോദരങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യം കേട്ടോ. പിന്നെ ഇന്ന് എല്ലാം നല്ലതായിരുന്നു, ശുശ്രൂഷയൊക്കെ നല്ലതായിരുന്നു. ഈശോയുടെ വലിയ കരുണ. ഇന്ന് പ്രത്യേകിച്ച് നാളത്തെ നമ്മുടെ അഭിഷേകാഗ്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ? നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ അല്ലേ? അഭിഷേകാഗ്നി ഞായറാഴ്ചയാണെങ്കിൽ, തിങ്കളാഴ്ചയാണ് നമ്മുടെ ഫ്രൂട്ട് ഓഫ് മേരി ശുശ്രൂഷ, അതേപോലെ ബുധനാഴ്ചയാണ് ഹോളി സ്പിരിറ്റ് ഈവനിങ്, പിന്നെ എല്ലാ ദിവസമാണ് നമ്മുടെ കുഞ്ഞു ടോക്ക്. അപ്പം അതിൻ്റെ പേരെന്താ? കുഞ്ഞു ടോക്ക്, വാട്സപ്പ് ടോക്ക്, എന്തൊക്കെയെങ്കിലും ആട്ടെ. പിന്നെ നമ്മുടെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വലിയൊരു കരുണയാണ്. ഞാൻ ഓർക്കാണ്, പിന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ബ്രദേഴ്സ് വന്നപ്പോൾ പറയാണ്, ബ്രദേഴ്സ് റൂഹാമൗണ്ടിലെ റൂഹാമൗണ്ടിൽ നമുക്ക് PDS തന്നെ അട്ടപ്പാടിയിൽ നമ്മുടെ ഇതിൻ്റെ PDMൻ്റെ മദർ ഹൗസ്. അപ്പോൾ അവിടെയുള്ള ബ്രദേഴ്സ് എന്നൊക്കെ എന്താ പറയുക, കുറച്ച് ചേട്ടത്തിമാർ അവിടെ വന്നു എന്ന് പറഞ്ഞു, കുറച്ച് ചേച്ചിമാരെ അട്ടപ്പാടി വന്നു. അപ്പോൾ പിന്നെ സഹിയോളിൽ വന്നു, റൂഹാമൗണ്ടിലൊക്കെ വന്ന് പ്രാർത്ഥിക്കുക PDMൻ്റെ മദർ ഹൗസിൽ. അപ്പോൾ അവർ പറഞ്ഞു അതെ, ഞങ്ങളുടെ അച്ഛനോട് പ്രത്യേക അന്വേഷണം പറഞ്ഞേക്കണമെന്ന്. എനിക്കത് കേട്ടോ ഭയങ്കര ഇഷ്ടമായി. ഈ ഞങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ അച്ഛനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് പിള്ളേർക്ക് പെട്ടെന്ന് കാര്യം പിടിയിട്ട് അപ്പോൾ വൈകുന്നേരം തന്നെ അവൻ അന്വേഷണം അറിയിച്ചു കേട്ടോ. അപ്പം എങ്ങനെ ആയാലും നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ വാക്കുകൾക്ക് പ്രത്യേകം നന്ദി. നിങ്ങളെല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയാം, എനിക്കും അങ്ങനെയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പം നമുക്ക് മീഡിയയിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ. ആമേ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഗോസ്പൽ സെന്റ് ജോൺ ചാപ്റ്റർ 1:23. തലക്കെട്ട് ഇങ്ങനെയാണ്: ഈ ആഗ്രഹം അടക്കണം. നമ്മൾ ഒരുപാട് അടക്കത്തെക്കുറിച്ച് പഠിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ നമുക്കൊരു അടക്കം വേണം, സംസാരത്തിൽ മിണ്ടടക്കം വേണം, അതുപോലെ തന്നെ കണ്ണടക്കം ഒക്കെ നമ്മൾ വേണം. കുട്ടികളെയൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് പരിശീലിപ്പിക്കും. അല്ലെങ്കിൽ ഫോർമേഷൻ്റെ ഒരു കാലഘട്ടത്തിൽ വേറൊരു ലെവലിലുള്ള പരിശീലനമുണ്ട് എന്നൊക്കെ പറയുന്നത് പോലത്തെയുള്ള അടക്കങ്ങളെക്കാൾ മറ്റൊരു വലിയൊരു അടക്കമാണ് ഇവിടുത്തെ വചനം. ആ വചനം ഇവിടെ എങ്ങനെയാണ്? അവൻ പറഞ്ഞു, സ്നാപക യോഹന്നാൻ എന്ന കഥാപാത്രം, യേശയ്യ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ വഴികൾ, അവൻ്റെ പാതകൾ എല്ലാം നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ്. ഇപ്പൊ സ്നാപക യോഹന്നാനെ കുറിച്ച് പറയുന്ന ഒരു വിശേഷമാണ്. ഇതിന് തത്തുല്യമായ ചില വചനങ്ങൾ മറ്റു ചില ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വചനമല്ലാന്ന് മാത്രം, പക്ഷേ ഇതിനെ ചേർന്ന് പോകുന്ന വചനങ്ങൾ മറ്റു വിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം മാത്രമാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എത്രമാത്രം ഇല്ലായ്മയായിട്ട് തീരാവോ അത്രയും അതിൻ്റെ ടോപ്പ് മോസ്റ്റിൽ നിൽക്കുകയാണ് പിന്നെ സ്നാപക യോഹന്നാൻ എന്ന് പറഞ്ഞാൽ. ഈശോ പറഞ്ഞ സ്വർഗം വിട്ടിറങ്ങി മനുഷ്യനായി അവതരിച്ചു, അത് വേറൊരു റേഞ്ച്. പരിശുദ്ധമ്മ വേറൊരു ലെവല്. പക്ഷേ സ്നാപക യോഹന്നാൻ അതുപോലത്തെ ഒരു തലമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ നമുക്കൊരാഗ്രഹം, അറിയപ്പെടാനൊരു ആഗ്രഹം, നമ്മുടെ പേരൊക്കെ അറിയിക്കാനൊരു ആഗ്രഹം. നമ്മളത് ചെയ്തെന്ന് അറിയാം. ഞാൻ അന്നേ പറഞ്ഞല്ലേ, നമ്മൾ പറഞ്ഞു ഇപ്പോൾ വന്നില്ലേ, എന്തായി നമ്മളാണ് ചെയ്തതെന്ന് അറിയാൻ ആഗ്രഹിക്കുക. രഹസ്യം ഓക്കെ, അത് ഞാനത് പറഞ്ഞു കൊടുത്തിട്ട് ജയിച്ചതാണ് കേട്ടോ എന്നൊക്കെ. എല്ലാം നമ്മളെ അറിയിക്കാനും അറിയപ്പെടാനുമുള്ള ഒരു ആഗ്രഹത്തിൽ, മറഞ്ഞിരിക്കാനും മറയപ്പെടാനുമുള്ള ഒരു ആഗ്രഹം. അവിടെയാണ് സ്നാപക യോഹന്നാൻ മറ്റാരേക്കാൾ വലിയവനായിട്ട് ഈശോ പ്രഖ്യാപിക്കുക അല്ലേ? അതുതന്നെ നമ്മളെ കുമ്പസാരത്തിലുള്ള ഓരോ ജപമൊക്കെ പ്രാർത്ഥനകളൊക്കെ ചെല്ലുമ്പോൾ അല്ലേ, സ്നാപക യോഹന്നാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു അർത്ഥതലം അതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ദൈവഹിതം നിറവേറ്റുന്നവർക്കൊന്നും വലിയ പേരില്ല ബൈബിളിൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സമരിയാക്കാരൻ, അവൻ്റെ പേരാണ് സമരിയാക്കാരൻ. അവൻ ആരാന്ന് എങ്ങനെ അറിയാം? അവൻ്റെ വീട്ടുപേരുണ്ടോ? പേരുണ്ടോ? ഒരു സമരിയാക്കാരൻ അല്ലേ? ഒരു മലയാളി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇന്ത്യക്കാരൻ. ചിന്തിച്ചു നോക്കി. ബൈബിളിൽ രാജാക്കന്മാർ, ഒന്ന് രാജാക്കൻ 14, ദൈവപുരുഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ പേര് ഭയങ്കര ജെറോബാമിൻ്റെ അവിടുത്തെ ഇടിമിന്നൽ പോലെ ദൈവത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കുകയാണ്, വരികയാണ്. അവൻ്റെ പേര് പറഞ്ഞത് ദൈവപുരുഷൻ. അവൻ്റെ പേരാണ് ദൈവപുരുഷൻ. നോ ഐഡിയ. അതുകൊണ്ട് നമ്മളിതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അല്ലേ? എന്നാൽ പിന്നെ നിർത്തിയേക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. ഞാനും ശ്രദ്ധിക്കണം, നിങ്ങളും ശ്രദ്ധിക്കണം. പക്ഷെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. സ്തുതിക്കാം. ഹാലേലുയ ഹാലേലുയ ഹാലേലുയ. നന്നായിട്ട് സ്തുതിക്കാവോ? ഹാലേലുയ ഹാലേലുയ. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവെ അവിടുത്തെ തിരുനാമത്തിന് മഹത്വം കൊടുത്ത് മറഞ്ഞിരിക്കാൻ ഒരു അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കുടുംബങ്ങളിൽ ഈശോയുടെ നാമത്തെ പ്രത്യേകം ആശീർവദിക്കുകയാണ്.
കർത്താവേ, പ്രത്യേകിച്ച് നാളത്തെ അഭിഷേകാഗ്നി തുടങ്ങിയുള്ള ഈ ഒരാഴ്ചത്തെ മീഡിയയിലുള്ള കർത്താവ് ശുശ്രൂഷകൾ കണ്ട് പ്രാർത്ഥിച്ച കുടുംബങ്ങൾ ആ ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. എല്ലാ ദുഷ്ടാരികളും പൈശാചക്തികളും ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളും തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിൽ ചാട്ടിപ്പായിക്കുന്നു. കർത്താവായ ദൈവമേ, എന്റെ പിതാവേ, ഇവരെ അനുഗ്രഹിക്കണ കർത്താവേ. എന്റെ ദൈവമേ, ശരീരത്തിന് ആരോഗ്യം കൊടുക്കണമേ, മനസ്സിന് സന്തോഷം കൊടുക്കണമേ, ആത്മാവിൽ വലിയ ദൈവകൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ നിങ്ങളെയും നിങ്ങൾക്കുള്ളവയെയും സമസ്ത മേഖലകളെയും ആശീർവദിക്കുന്നു. ഈശോയുടെ മുദ്ര പതിയിട്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.